പ്രൈസ് ദി ലോർഡ്. ഒരു സംഭവം ഞാൻ നിങ്ങളോട് പറയട്ടെ. എൻ്റെ ഓർമ്മ വച്ച കാലം മുതൽ ഞങ്ങളുടെ ദേശത്ത്, ഞാനൊക്കെ ജനിക്കുന്നതിൻ്റെ വർഷങ്ങൾക്ക് മുമ്പ് ആ ദേശത്ത് പെന്തിക്കോസ്തിൻ്റെ അനുഭവം ആ ദേശത്ത് വരികയുണ്ടായി. ആ ദേശത്ത് ദൈവപ്രവൃത്തി നടക്കുവാൻ ചില കുടുംബങ്ങളെ ദൈവം വേർതിരിച്ചു. അതിൽ ഒരു മാതാവ്, ആദ്യകാലത്തെ ആ മാതാവ് ഇന്നും ജീവിച്ചിരിക്കുന്നു. പ്രായമായി കിടപ്പിലാണ്. ആ മാതാവ്, തൻ്റെ ഭർത്താവ് മരിച്ചുപോയി. തൻ്റെ കുഞ്ഞുങ്ങളുമായി ഒറ്റയ്ക്ക് ആ ദേശത്ത് നിലകൊണ്ടു. ആ കുടുംബം കർത്താവിന് വേണ്ടി നിലകൊണ്ടതിനാൽ ആ ദേശത്ത് അനുഗ്രഹിക്കപ്പെട്ട ഒരു ദൈവസഭ ഉടലെടുക്കുവാൻ ഇടയായിത്തീർന്നു. ആ മാതാവിൻ്റെ കുഞ്ഞുങ്ങളെ കർത്താവ് അനുഗ്രഹിച്ചു. ചിലവർ വിദേശ രാജ്യങ്ങളിൽ പോയി, കൊച്ചുമക്കൾ വിദേശ രാജ്യങ്ങളിലെത്തി. കുഞ്ഞുങ്ങളുടെ തലയിൽ വിറകെടുത്ത് വെച്ച് കൊടുത്ത് ആലയത്തിൽ ദൈവദാസന്മാരെ സ്നേഹിക്കുകയും സൽക്കരിക്കുകയും മാനിക്കുകയും ചെയ്ത ഒരു മാതാവിനെ ഇപ്പോഴും ഞാൻ ഓർക്കുന്നുണ്ട്. ആ മാതാവ് നിമിത്തം എനിക്കും വേണ്ടി ആ മാതാവ് കരഞ്ഞ കാലങ്ങളെ ഞാൻ ഓർക്കുന്നു. ഞാനിത് പറയുവാനുള്ള കാര്യം അതിപ്രകാരമാണ്. റോമാലേഖനം 10-ാം അധ്യായം 11-ാം വാക്യം, അവനിൽ വിശ്വസിക്കുന്നവൻ ഒരുത്തനും ലജ്ജിച്ചു പോകുകയില്ല. അതേ പ്രിയപ്പെട്ടവരെ, കർത്താവിൻ്റെ മുഖത്തേക്ക് നോക്കി ഇറങ്ങിത്തിരിച്ച് വിശ്വാസത്തോടെ നിലകൊണ്ട നമ്മുടെ പിതാക്കന്മാർ, നമ്മുടെ മാതാപിതാക്കൾ, ചില കുടുംബങ്ങളിൽ ദൈവം ചില കഴിഞ്ഞ കാലങ്ങളിൽ കരയുന്ന കുറേ മാതാപിതാക്കളെ ദൈവം തന്നിരുന്നു. ഈ തലമുറയിൽ കരയാൻ, ചോദിക്കാൻ ആരും ഇല്ലാതെ വരുന്ന ഒരു കാലഘട്ടം. കഴിഞ്ഞ കാലഘട്ടങ്ങളിൽ മക്കൾക്ക് വേണ്ടി, മരുമക്കൾക്ക് വേണ്ടി, കൊച്ചുമക്കൾക്ക് വേണ്ടി, ദേശത്തിനു വേണ്ടി കരഞ്ഞ കുറേ മാതാക്കളുണ്ടായിരുന്നു, കുറേ അമ്മച്ചിമാരുണ്ടായിരുന്നു. ഇന്ന് പ്രഭാതത്തിൽ ഞാൻ നിങ്ങളോട് പറയുന്നു, നിങ്ങൾ കരയുന്നവരാണെങ്കിൽ, നിങ്ങൾ നിലവിളിക്കുന്നവരാണെങ്കിൽ, അവങ്കിലേക്ക് നോക്കിയുടെ മുഖം പ്രകാശിതമായി, അവരുടെ മുഖമോ ലജ്ജിച്ചു പോയിട്ടില്ല. അതേ പ്രിയപ്പെട്ടവരെ, നിങ്ങൾ കർത്താവിൻ്റെ മുഖത്തേക്ക് നോക്കി ഇറങ്ങി നിൽക്കുന്ന വ്യക്തിയാണെങ്കിൽ തീർച്ചയായും നിങ്ങളെ ദൈവം മാനിക്കുക തന്നെ ചെയ്യും. നിങ്ങളുടെ വിഷയത്തിന് എൻ്റെ ദൈവം പരിഹാരം തരും. ഉറയ്ക്കുക, വിശ്വസിക്കുക. അവനിൽ വിശ്വസിക്കുന്നവൻ ലജ്ജിച്ചു പോകാൻ ദൈവം അനുവദിക്കുകയില്ല. നീ മുറിഞ്ഞവനായിരിക്കാം, ഉടഞ്ഞവനായിരിക്കാം, എല്ലാം നഷ്ടപ്പെട്ട വ്യക്തിയായിരിക്കാം. നിന്റെ കരത്തിൽ പിടിക്കാൻ ദൈവം ഇന്ന് പകൽ തയ്യാറാണ്. നീ വിശ്വസിക്കുക. വിശ്വസിച്ചാൽ നീ ദൈവത്തിൻ്റെ മഹത്വം കാണും. ആയതിനാൽ കരയാൻ ചിലരെ ദൈവം തന്നപ്പോൾ അവർ കരഞ്ഞതിന് നിങ്ങൾ വില കൊടുത്തില്ല. ഭവനത്തിൽ നിലവിളിക്കുന്ന ഒരു ഭാര്യയെ തന്നപ്പോൾ നിങ്ങൾ അതിൻ്റെ വിലയറിഞ്ഞില്ല. കരയുന്ന ഒരപ്പനെ തന്നപ്പോൾ അവരുടെ പ്രാർത്ഥനകൾ നിങ്ങൾ ഗവനിച്ചില്ല. അതേ പ്രിയ സുഹൃത്തെ, മാതാവേ, പിതാവേ, ചിലവർ നിൻ്റെ വീട്ടിൽ കരഞ്ഞ് നിലവിളിക്കാനുള്ളത് കൊണ്ടാണ് ഈ കാലങ്ങളുടെ നന്മകളും ഉയർച്ചകളും നീ അനുഭവിച്ചത്. ഇപ്പോൾ നീ തകർന്നു പോയപ്പോൾ നിനക്ക് വേണ്ടി കരയാൻ ആരുമില്ലെന്ന് നീ വിലപിക്കുന്നുണ്ടെങ്കിൽ ഇന്ന് പകൽ അതേ സുഹൃത്തെ, നീ ദൈവത്തെങ്കിലേക്ക് തിരിയെ. നിൻ്റെ വിഷയത്തിന് അവനിലൊരു പരിഹാരമുണ്ട്. നീ തകരുവാൻ ദൈവം അനുവദിക്കത്തില്ല. കാരണം പിതാക്കന്മാരുടെ ദൈവം നമ്മുടെ ദൈവമാണ്. നിൻ്റെ മാതാപിതാക്കൾ കണ്ണുനീരൊഴുക്കിയത് ഒരിക്കലും വിഫലമായി പോകത്തില്ല. കാരണം അവരുടെ കണ്ണുനീരുകൾ തുരുത്തിയിലുണ്ട്. ആയതിനാൽ ഭാരപ്പെടേണ്ട. ദൈവം, യേശു കർത്താവ്, പരിശുദ്ധാത്മാവ് നിങ്ങളുടെ കരത്തിൽ പിടിച്ചിട്ടുണ്ട്. ആമേൻ. ഇങ്ങനെ വീണ്ടും പറയുന്നു, അവനിൽ വിശ്വസിക്കുന്നവൻ ഒരുത്തനും ലജ്ജിച്ചു പോകുകയില്ല. God bless you in Jesus' name. Amen.